ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ രൂപമാണ്. ജീവിതം ഉടനീളം ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചോ അത് അപ്പടി ചെയ്ത് ജീവിതത്തിൽ ഉടനീളം ആ സമർപ്പണമാകുന്ന ഗുണം നിലനിർത്തിയ ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന പോയിന്റിലും ഏറ്റവും ഉയർന്ന ഈമാൻ നിലനിർത്തിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാതൃകയായത്. എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയ എല്ലാ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയാണ്. ആ ചരിത്രത്തിലേക്ക് നമ്മൾ ഓടിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യ സാറയുമായിട്ട് ഈജിപ്തിലെത്തുകയാണ്. ഈജിപ്തിലെത്തിയ സന്ദർഭത്തിൽ അവിടെ ഈജിപ്തിലെ വളരെ മോശം ഭരണാധികാരിയായിരുന്ന ഒരു ഫറോവ അവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ അവർ പിടിച്ചുകൊണ്ടുപോവാണ്. അവർ മോശമായിട്ട് ഭാര്യയെ സമീപിച്ച സന്ദർഭത്തിൽ ഭാര്യ സാറ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൈയുയർത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ച് ഉടനെ തന്നെ രാജാവിന്റെ ശരീരഭാഗങ്ങൾ തളർന്നു. അവർ വീണ്ടും പ്രാർത്ഥിച്ചു. രാജാവ് കരഞ്ഞ് അഭ്യർത്ഥിച്ചത് കാരണം വീണ്ടും പ്രാർത്ഥിച്ചു. ശരീരം സാധാരണ സ്ഥിതിയിലേക്കായി. വീണ്ടും ആ പ്രവൃത്തിക്ക് രാജാവ് മെനക്കെട്ടു. അതേ രൂപത്തിൽ പലതവണയായിട്ട് രാജാവ് ശ്രമിച്ചു. അവസാനം രാജാവിന് മനസ്സിലായി ഈ സ്ത്രീക്ക് അതായത് അഭൗതികമായിട്ടൊരു സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പായ സന്ദർഭത്തിൽ രാജാവ് ആ സ്ത്രീയെ സാറയെ വെറുതെ വിട്ട സന്ദർഭത്തിൽ അവര് ഗിഫ്റ്റായിട്ട് ഒരു സമ്മാനമായിട്ട് അജുറുക്കി നിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞ് ഹാജറിനെ ഇബ്രാഹിം നബി സാറക്ക് ആ രാജാവ് സമ്മാനമായിട്ട് ഒരു അടിമ സ്ത്രീയെ സമ്മാനമായിട്ട് നൽകി എന്നുള്ള. അങ്ങനെ ഹാജർ പിന്നീട് അവരോടൊപ്പം ജീവിച്ച അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാറയിലെ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാഗറിനെ വിവാഹം കഴിക്കാൻ ആ വിവാഹം കഴിച്ച് ഒരുപാട് കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കാലങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു സന്താനത്തെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ആ സന്താനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇസ്മായിൽ എന്നറിയപ്പെടുന്ന ആ സന്താനത്തെ ആ കുട്ടി കളിച്ചു തുടങ്ങുന്ന ആ ഒരു ചെറിയ പ്രായത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരാണ്. ആ ഭാര്യയെയും അതേപോലെ തന്നെ കുട്ടിയെയും കൂട്ടി മക്ക എന്ന ആ ഒരു വിജനമായിട്ടുള്ള പ്രദേശത്തേക്ക് പോകാനുള്ള കൽപ്പന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെ നിർത്തിക്കൊണ്ട് തിരിച്ചു വരണം എന്നായിരുന്നു കൽപ്പന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയി അവരവിടെ നിർത്തി. അവർക്ക് വേണ്ട ഒരല്പം ഭക്ഷണം ഒരു തോൽ പാത്രത്തിൽ ഒരല്പം വെള്ളവും ഒരല്പം കാരക്കയും മാത്രം അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിഷമത്തോടു കൂടെ തിരിച്ചു നടക്കുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ആ തിരിച്ചു നടക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു സ്ത്രീയും ഭർത്താവിനോട് ചോദിക്കുന്നത് പോലെ തന്നെ എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? ഈ വിജനമായിട്ടുള്ള മരുഭൂമിയിൽ എന്നെയും കുഞ്ഞിനെയും ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? ഉടനെ തന്നെ ഹാജർ അതോടൊപ്പം ചോദിച്ചു, ആ അള്ളാഹു അമറക്ക ബിഹാദ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം